കുട്ടികളുടെ പ്രതിജ്ഞ. എന്റെ രക്ഷകനും ഗുരുവും സ്നേഹിതനുമായ ഈശോയെ, വേദപാഠം വഴിയായി അങ്ങയെ പൂർണ്ണമായി അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും എന്നെ പഠിപ്പിക്കണമേ. അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന പുത്രസ്ഥാനത്തെ അറിഞ്ഞ് വിശുദ്ധിയിൽ വളരുന്നതിനും എന്നെ സഹായിക്കണമേ. അങ്ങേ വിശ്വാസം എന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിന് എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുഗ്രഹിക്കണമേ. ശ്രദ്ധയോടും സ്ഥിരോത്സാഹത്തോടും മതപാഠ ക്ലാസുകളിൽ പങ്കെടുക്കാമെന്നും പഠിച്ച പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തി സാക്ഷ്യം നൽകാമെന്നും അങ്ങനെ അങ്ങയെ അറിയുന്നതിന് പരിശ്രമിക്കാമെന്നും സഭയോടൊത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പരിശുദ്ധ കന്യകാമറിയമേ, വിശുദ്ധ യൗസേപ്പ് പിതാവേ, എന്റെ കാവൽ മാലാഖയെ, ഈ പുണ്യകർത്തവ്യത്തിൽ എന്നെ സഹായിക്കണമേ. ആമീൻ. പ്രിയ കുട്ടികളെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം എന്നരുളി ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളിലും ധൈര്യം നൽകുകയും സംരക്ഷണവും നൽകുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അമ്മയെ ഞങ്ങൾ സ്തുതിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണനേരത്തും തമ്പുരാനോട് അപേക്ഷിച്ചിടണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പല കൊച്ചുങ്ങളും പിതാവിനും പുത്രനും പറയുമ്പോൾ വളരെയധികം അനാദരവാണ് കാണിക്കുന്നത്. നമ്മൾ ആർക്കാണ് സ്തുതി പറയുന്നത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിനാണ് നമ്മൾ സ്തുതി അർപ്പിക്കുന്നത്. അത് പൂർണ്ണമായും പിതാവും പുത്രനും പറയുകയും വേണം. നമ്മൾ അടയാളങ്ങൾ കാണിക്കുകയും ചെയ്യണം ഭക്തിയോടുകൂടി. ഓക്കെ, നമ്മൾ ഇപ്പോഴും 10ാം പാഠത്തിൻ്റെ 2ാം ഭാഗം കഴിഞ്ഞു 3ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്, അവസാന ഭാഗത്തിലേക്ക്. കഴിഞ്ഞ 2 ആഴ്ചയായി ഈ പാഠം തന്നെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. പല വിധത്തിൽ സഭ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ വെല്ലുവിളികൾ, ആദിമസഭയ്ക്കുണ്ടായതും ആദിമ ക്രിസ്ത്യാനികൾക്കുണ്ടായതും ആയ എല്ലാ വെല്ലുവിളികളും അവരനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ചും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കെന്നാൽ ഇന്നും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു. അത് ലോകാന്ത്യം വരെ ഉണ്ടാകും. കാരണം ഇത് ദൈവത്തിൻ്റെ സഭയാണ്, ക്രിസ്തുവിൻ്റെ സഭയാണ്, നന്മയുടെ സഭയാണ്, രക്ഷകന്റെ സഭയാണ്. അതുകൊണ്ട് ഇതിന് വെല്ലുവിളികൾ നേരിടേണ്ടി തന്നെ വരും. നമുക്കിന്ന് അകത്തും പുറത്തുമായിട്ട് നമുക്ക് ഒത്തിരി വെല്ലുവിളികളുണ്ട്, സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തുമായിട്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. സഭയ്ക്ക് അകത്തുള്ളവയെ എന്തെല്ലാമെന്ന് നോക്കാം. വിശ്വാസക്ഷയം. കുടുംബത്തിലും സമൂഹത്തിലും വിശ്വാസത്തിന് ഒരുപാട് കുറവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും യുക്തിയായി ചിന്തിച്ച് പല അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അതിലേക്ക് ചെന്ന് നമ്മുടെ വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ശാസ്ത്രത്തിലും മറ്റും വിശ്വസിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ദൈവീയ വിശ്വാസത്തിൽ നിന്നും ഒരുപാട് കുറവുകൾ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മളതെല്ലാം മനസ്സിലിട്ട് മനനം ചെയ്ത് ഇത് ദൈവത്തിൻ്റെതാണോ, ഏതാണ് ശക്തി, ആർക്കാണ് ശക്തി എന്നെല്ലാം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു സമയം. അപ്പോൾ നമ്മുടെ വിശ്വാസക്കുറവ് ഒരുപാട് സംഭവിക്കുന്നുണ്ട്. ഇനി ക്രിസ്ത്യാനികൾക്കിടയിലുള്ള അനൈക്യം. ക്രിസ്ത്യാനികളായ നമുക്ക് ഐക്യമില്ല. പല കാര്യങ്ങളും നമ്മൾ ഐക്യപ്പെടുന്നില്ല. മറ്റു മതങ്ങളെ പോലെയല്ല. അവരുടെ മതത്തിന് വേണ്ടി അവർ തീക്ഷ്ണമായിട്ട് വാദിച്ചുകൊണ്ടും അതിൽ ഐക്യപ്പെട്ടും പ്രവർത്തിക്കുന്നത്. നമ്മുടെ സഭയിൽ ഒത്തിരി അനൈക്യങ്ങളുണ്ട്. അത് പാടില്ല. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സാമൂഹിക സാമ്പത്തിക അസമത്വം, സമൂഹത്തിലുള്ള അസമത്വം, സാമ്പത്തികമായിട്ടുള്ള അസമത്വം അല്ലേ, ഉയർന്നവർക്കും താഴ്ന്നവർക്കും സമ്പത്തുള്ളവർക്കും സമ്പത്തില്ലാത്തവർക്കും തമ്മിലുള്ള അസമത്വം. പിന്നെ അന്ധവിശ്വാസങ്ങൾ ഈ കാലത്ത് ഏറെയാണുള്ളത്. അത് അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങി നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. ഇനി പുറത്തു നിന്നുള്ളവ എന്തൊക്കെയാണെന്ന് നോക്കാം.
സഭാവിരുദ്ധ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഉയർത്തുന്ന വെല്ലുവിളികൾ. സഭയ്ക്കെതിരായ പ്രസ്താവനകൾ, രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്ന വെല്ലുവിളികൾ, ഇതെല്ലാം പുറത്തുനിന്ന് വരുന്ന വെല്ലുവിളികളാണ്. നിരീശ്വരവാദികൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ. ദൈവമില്ല എന്ന് തന്നെയാണ് നിരീശ്വരവാദികൾ വാദിക്കുന്നത്. അവരതിനായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതും സഭയ്ക്ക് ശക്തമായ ഒരു വെല്ലുവിളിയാണ്. ന്യൂനപക്ഷങ്ങളോടുള്ള അവഗണന, അല്ലേ? ന്യൂനപക്ഷങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അവരെ അവഗണിക്കുന്നത് സഭയ്ക്ക് പുറത്തു നിന്നുള്ളൊരു വെല്ലുവിളി തന്നെയാണ്. മത തീവ്രവാദവും സാംസ്കാരിക തീവ്രവാദവും. മത തീവ്രവാദം വേറെ, സാംസ്കാരിക തീവ്രവാദം വേറെ. അതും സഭയ്ക്ക് നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. മാധ്യമങ്ങളുടെ ദുസ്വാധീനം. അത് നിങ്ങൾക്കറിയാലോ. മാധ്യമങ്ങളുടെ ആവശ്യമില്ലാത്തതും തെറ്റായതുമായ സ്വാധീനം നമ്മളിൽ ഒരുപാട് സഭയ്ക്കും ഒരുപാട് വന്നുകൂടുന്നുണ്ട്. ഉപഭോക്തൃ സംസ്കാരത്തിന്റെ സ്വാധീനം. മതപരിവർത്തനത്തിനെതിരായ ബില്ലുകൾ, ഇതെല്ലാം പുറത്തുനിന്ന് വരുന്ന സഭയുടെ വെല്ലുവിളികളാണ്. ഇന്ന് നാം നേരിടുന്ന വെല്ലുവിളി എന്തൊക്കെയാണ്? ക്രിസ്തു ശിഷ്യരായിരിക്കുന്നതിൽ നാം അഭിമാനിക്കണം. നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് നാം പ്രതിജ്ഞാബദ്ധരാണ്. വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നാം നിരവധി വെല്ലുവിളികൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അതിലൊന്ന് നിരീശ്വരത്വം. എന്താണ്? ദൈവത്തെയും ആധ്യാത്മിക മൂല്യങ്ങളെയും നിഷേധിക്കുന്ന സിദ്ധാന്തങ്ങളും പ്രസ്താവനകളും വ്യക്തികളും ധാരാളമുണ്ട്. ദൈവത്തെ നിഷേധിക്കുന്നത് ആധ്യാത്മിക മൂല്യങ്ങളെ, മറ്റു മൂല്യങ്ങളല്ല, ആധ്യാത്മികമായ മൂല്യങ്ങളെ നിഷേധിക്കുന്നതുമായ സിദ്ധാന്തങ്ങൾ. ഇത് സഭയ്ക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ഇത്തരം പ്രസ്ഥാനങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കുമെതിരെ നാം ജാഗ്രത പുലർത്തണം. എന്നാൽ നിരീശ്വരവാദികളെ നാം വെറുക്കരുത്. അവരോട് അനുകമ്പയോടെ പെരുമാറുകയും സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. അങ്ങനെ അവരെ സഭയിലേക്കും വിശ്വാസത്തിലേക്കും തിരികെ കൊണ്ടുവരണം. ഈ ദൈവമില്ല എന്നൊക്കെ പറയുന്നവരോട് നമ്മൾ വളരെയധികം വെറുപ്പ് പുലർത്താറുണ്ട്. ചിലപ്പോൾ എനിക്ക് പോലും തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, അവരെ അനുകമ്പയോടെ പെരുമാറണം, അവരെ സ്നേഹത്തോടെ പെരുമാറണം. എന്നിട്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് അവരെ വീണ്ടും വിശ്വാസത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കണം. അതാണ് സഭ. ഈ യേശു ശത്രുക്കളെ സ്നേഹിക്കാനും നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമ്മൾ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. അത് രണ്ടും നമ്മൾ ചെയ്താലേ നമ്മൾ സഭയിലെ അംഗങ്ങളാവുള്ളൂ. പിന്നെ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കാൻ മടിക്കുന്നവരാണ് നമ്മൾ അധികവും, അല്ലേ? ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവർ പോലും വിശ്വാസം പ്രഖ്യാപിക്കാൻ മടിക്കുന്നുണ്ട്. ധൈര്യമില്ല, അല്ലെങ്കിൽ അത് അത്രയും വലിയ കാര്യമായി എടുക്കുന്നില്ല. വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കാനും സംരക്ഷിക്കാനും സധൈര്യം പ്രഘോഷിക്കാനും നമുക്ക് സാധിക്കണം. ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും വിശ്വാസം ഏറ്റുപറയാനുള്ള ഒരു ധൈര്യം നമ്മൾക്ക് വേണം. അതാണ് യേശു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. എത്ര പീഡനമുണ്ടായിട്ടും കണ്ടോ ആദിമസഭ? ഒന്ന് നോക്കിയേ, എണ്ണയിലിട്ട് പൊരിച്ചെടുത്തിട്ടും 7 മക്കൾ നഷ്ടപ്പെട്ടിട്ടും ആ അമ്മ വിശ്വാസത്തിൽ ഉറച്ചു നിന്നതെല്ലാം ആ ആദിമ ക്രൈസ്തവരുടെ വലിയ വിശ്വാസം നമ്മളെ പഠിപ്പിക്കാനാണ്. അതുപോലെ നമ്മളും ആയിത്തീരണം. ദൈവകൽപ്പനകൾ പാലിക്കുന്നതിൽ വിമുഖത. അത് ചെയ്താലെന്താണ്, ഇത് ചെയ്താലെന്താണ്, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ ദൈവകൽപ്പനകളിൽ പറഞ്ഞിരിക്കുന്ന പാലിക്കാനും ഉള്ള ഒരു അസ്വസ്ഥതയാണ് കാണിക്കുന്നത്, അല്ലേ? ഒരുപാട് കൽപ്പനകളെ നമ്മൾ വളരെ ലളിതമായി വളരെ ലാഘവത്തോടെ തള്ളിക്കളയുന്നുണ്ട്. സഭയെയും സ്നേഹിക്കണം. സ്നേഹത്തിലും വിശ്വാസത്തിലും വളരാൻ ഈ കൽപ്പനകൾ നമ്മെ സഹായിക്കുന്നുവെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും വേണം. അങ്ങനെയുള്ളവരെക്കാണ് ശ്രേയസ് ഉണ്ടാകുക. ഇനി ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ വിശ്വാസത്തിലും സഭയിൽ നിന്നും വിശ്വാസ ജീവിതത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന ഒന്നാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ആസക്തി വളർത്തി എന്താണല്ലേ ലോകത്തിൽ നടക്കുന്നത്? മാതാപിതാക്കളെ കൊല്ലുക, മക്കളെ കുരുതിയഴിക്കുക, നിഷ്ഠൂരമായ നരഹത്യ തന്നെ നടക്കുകയാണ്. അതെന്തിനാണെന്നറിയോ? ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം. അത് കഴിയുമ്പോഴാണ് അവന് സുബോധമുണ്ടാകുന്നത്. അപ്പോഴേക്കും അവൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവൻ ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്ന് അറിഞ്ഞാൽ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ, ആ ലക്ഷ്യത്തിൽ ദൈവത്തിൻ്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ മനസ്സിലിരിക്കാനുള്ള കടമയും ഉണ്ട്. അത് നമ്മൾ നിറവേറ്റണം. പിന്നെ മാധ്യമങ്ങളുടെ ദുരുപയോഗം. ആധുനിക മാധ്യമങ്ങൾ നമ്മെ പുരോഗതിയിലേക്ക് നയിക്കുന്നവയാണ്. പക്ഷേ അവയുടെ തിന്മയ്ക്കെതിരെ ഈ ജാഗ്രത പുലർത്തണം. അവയുടെ നന്മ നാം അനുഭവിക്കും.
അവിടെ തിന്മയ്ക്കെതിരെ നാം ജാഗ്രത പുലർത്തണം. അശ്ലീല ചിത്രങ്ങൾ, അശ്ലീല പുസ്തകങ്ങൾ, മൊബൈൽ ഫോണിന്റെ ഇന്റർനെറ്റിന്റെയും തെറ്റായ ഉപയോഗം, നല്ല ഉപയോഗമല്ല തെറ്റായ ഉപയോഗം മുതലായവ നമ്മെ നാശത്തിലേക്ക് നയിക്കും. അതിനാൽ വിവേകപൂർവ്വം അത് കൈകാര്യം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് പറ്റുന്നത്, നിങ്ങൾക്ക് പറ്റുന്നത് ആയ ഏറ്റവും വലിയ തിന്മയാണ് ഈ മാധ്യമങ്ങളുടെ തെറ്റായ ഉപയോഗം. ഇന്റർനെറ്റും മൊബൈൽ ഫോണും എല്ലാം നിങ്ങളുടെ കയ്യിലല്ലേ ഇപ്പോൾ, അല്ലേ? അത് രണ്ടു വിധത്തിൽ ഉപയോഗിക്കാം, തെറ്റിലേക്ക് നയിക്കാനും നന്മയിലേക്ക് നയിക്കാനും. ദൈവം വളരെയധികം കരുണ നമ്മളോട് കാണിക്കുമ്പോൾ നമ്മ അത് മിസ്യൂസ് ചെയ്യുന്നു, അല്ലേ? അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മൾ ലക്ഷ്യപ്രാപ്തി സാധ്യമാകുന്നില്ല. ദൈവം വളരെയധികം വേദനിക്കുന്നുണ്ട് ഇന്നത്തെ ഈ മാധ്യമങ്ങളുടെ ദുരുപയോഗം കൊണ്ട് തന്നെ. എത്രയോ പേര് ഇതിൽ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് അത് മണിക്കൂറോളോളം അതിൻ്റെ മുമ്പിൽ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. അതുവഴി നാശത്തിലേക്കും ചീറ്റിങ്ങും ചാറ്റിങ്ങും എല്ലാം നടന്ന് സ്വന്തം ആത്മാവിനെ നശിപ്പിക്കുകയാണ്. മക്കളെ, നല്ലതിന് തന്നത് നല്ലതിനായിട്ട് തന്നെ ഉപയോഗിക്കണം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം, അല്ലേ? നമ്മൾ ഉന്നതങ്ങളിലും മറ്റ് ഗ്രഹങ്ങളിലൊക്കെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തോരം വലിയ ഉന്നതിയുടെ ദൈവം അതിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളെല്ലാം നശിപ്പിക്കുകയാണ് നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട്, അല്പ ആസക്തിക്ക് വേണ്ടിയിട്ട്, അല്പ സന്തോഷത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾക്ക് എന്ന വലിയ അനുഗ്രഹം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. പിന്നെ കൗദാശിക ജീവിതത്തിൽ താല്പര്യമില്ലായ്മ. ഇപ്പം ഇന്ന് ഈ ഞായറാഴ്ച ഇതുകൊണ്ട് ഞാൻ കുർബാന കണ്ടില്ല, അല്ലെങ്കിൽ ഇന്ന് ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ചെല്ലാം, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ലോ വചനപ്രഘോഷം നടക്കുമ്പോൾ പോകാമെന്നും പറഞ്ഞ് അമ്മയോടൊക്കെ പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പോയിരിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. ധ്യാന പ്രസംഗത്തിലെല്ലാം വളരെ സന്തോഷത്തോടെ പങ്കെടുക്കണം. കാരണം ധ്യാനം വചനമാണ്, വചനമാണ് അവിടെ പ്രഘോഷിക്കുന്നത്. വചനം ആരാണ്? ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ഇത് കേൾക്കാൻ വഴിയില്ലാത്തൊരു പിന്നെ ആരുടെ സംസാരം കേൾക്കാനാണ് പോവുക? അപ്പോൾ ഞായറാഴ്ചയെല്ലാം നടക്കുന്ന വചനപ്രഘോഷങ്ങളിൽ നമ്മൾ സജീവമായി പങ്കെടുക്കണം. ഓൺലൈനിലാണെങ്കിൽ സുഖമായിട്ട് ഒരു ശല്യമില്ലാതെ അവിടെ ഇരുന്ന് വചനപ്രഘോഷണം നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിലുള്ള നല്ല കാര്യങ്ങൾ ഗ്രഹിക്കാനും അനുകരിക്കാനും നമ്മൾ ശ്രമിക്കണം. ദൈവവചന ശ്രവണത്തിൽ താല്പര്യമില്ലായ്മ വളരെയധികം ആളുകളിൽ കാണുന്നുണ്ട്. അത് നമുക്കത് ആസ്വദിക്കാൻ കഴിയാത്തത് നമ്മളതിൽ താല്പര്യം ജനിപ്പിക്കുക. അതിനാൽ വിശുദ്ധ ഗ്രന്ഥ പഠനത്തിലും വചനാധിഷ്ഠിത പ്രാർത്ഥനയിലും നാം കൂടുതൽ ശ്രദ്ധയുള്ളവരായിരിക്കണം. നമുക്ക് വെല്ലുവിളികൾ എങ്ങനെ നേരിടാം, അതാണ്. ആദിമസഭയിൽ എങ്ങനെ നേരിട്ടേന്ന് നമ്മൾ കണ്ടു. നമ്മളത് അനുകരിക്കണം, അല്ലേ? എന്തു തന്നെ നേരിടേണ്ടി വന്നാലും വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. കണ്ടോ, ഇപ്പോൾ പ്രളയം വന്നു, മഹാമാരി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ തള്ളി വേറെ എവിടെ പോയിരുന്നാലും നമുക്ക് രക്ഷയില്ല, അല്ലേ? ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതാണ്. സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം. വേറെ ആർക്കും നിന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. അല്പം നേരത്തെ സംരക്ഷണം കിട്ടുമായിരിക്കും, പക്ഷെ എന്നേക്കുമായി നിന്നെ രക്ഷിക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ ആദിമ ക്രൈസ്തവർ കാണിച്ചിരുന്ന ആ ജാഗ്രത, ആ വെല്ലുവിളികളെ നേരിട്ട മാതൃക നമുക്കും അനുകരിക്കാം. ലോകാവസാനം വരെ സഭയെ നയിക്കാൻ നമ്മുടെ സാരഥിയായ യേശുക്രിസ്തു കൂടെയുണ്ട്. സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും ഊന്നൽ നൽകുന്ന സഭയുടെ ആന്തരിക ശക്തിയായ പരിശുദ്ധാത്മാവും നമ്മുടെ കൂടെയുണ്ട്. ക്രൂശിതന്റെ പാതയിലൂടെ സഭ മുന്നേറുന്നത്. ക്രൂശിതന്റെ നിണമണിഞ്ഞ കാൽപ്പാടുകൾ, നിണം എന്താണ്? രക്തം, പിൻചെല്ലാനുള്ള വിളി സ്വീകരിച്ച് നമുക്ക് ദൈവനീതിക്കും സത്യത്തിനും സാഹോദര്യത്തിനും നിരക്കാത്ത വെല്ലുവിളികൾക്ക് സുധീരം അഭിമുഖീകരിക്കാം. വിശുദ്ധ ഗ്രന്ഥ പാരായണവും കൂദാശകളും നിരന്തരമായ പ്രാർത്ഥനയും നമ്മെ ശക്തരാക്കും. അങ്ങനെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും പടുത്തുയർത്താൻ സഭയോടൊത്ത് നമുക്കും പ്രവർത്തന നിരതരാകാം. പോരെ? ആരോടത്താണ്? സഭയോടൊത്ത്. വേറെ വഴികളൊന്നും അന്വേഷിച്ചു പോകരുത്. സഭയോടൊത്ത് നമുക്ക് ലോക അവസാനം വരെ, നമ്മുടെ ഓരോരുത്തരുടെ അവസാനം വരെ പ്രവർത്തിക്കാം, പ്രവർത്തന നിരതരായിരിക്കാം. എവിടെയെങ്കിലും മന്ദബുദ്ധികളെ പോലെ ഇരിക്കാതെ സഭയിൽ ഉണർവോടി പ്രവർത്തിക്കുക. അതിന് വലിയ മാതൃക ആദിമ ക്രൈസ്തവർ നമ്മൾ കാണിച്ചു തന്നു. സ്തഫാനോസിനെയൊക്കെ വേദനയോടെയാണ് അവർ കല്ലെറിഞ്ഞു കൊന്നത്, അല്ലേ? എത്രയോ വേദന സഹിച്ചിട്ടാണ് ആദ്യത്തെ രക്തസാക്ഷിയായി തീർന്നത്. അതെല്ലാം നമുക്ക് അഭിമുഖീകരിക്കാൻ തന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ ഭവനം ഇവിടെയല്ല, സ്വർഗത്തിലാണ്. ആ സ്വർഗം നമുക്ക് തുറന്നു കിട്ടണമെങ്കിൽ ഇവിടെ സഭയോടൊത്ത് പ്രവർത്തിച്ച് ഈ ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആഗ്രഹവും കർത്താവ് സാധിച്ചു തരും. ഓക്കെ, ഈ പാഠം അവസാനിക്കുകയാണ്. ബാക്കിയെല്ലാം ഞാൻ വോയിസ് മെസ്സേജിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവരും എഴുന്നേറ്റിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയ വെല്ലുവിളികളെക്കുറിച്ചാണ്, എന്തെല്ലാം തരം ഉണ്ടെന്ന്. ഇതിൽ കൂടുതൽ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ അതും കൂടി എഴുതി വെക്കണം.
സഭയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു വചനപ്രഘോഷണം നടക്കുന്ന സ്ഥലത്താണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് വരും നിരീശ്വരവാദികളും മറ്റ് സഭയിലേക്ക് നയിക്കുന്നവരും തെറ്റായ പ്രബോധനങ്ങൾ തന്നവരുമല്ല. അങ്ങനെ എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. എന്നും പറഞ്ഞു ഒരിക്കലും സഭ തളരൂല, ലോകാന്ത്യം വരെ സഭ തളരൂല. അത് തീർച്ചയാണ്. കാരണം എന്താണ്? രക്തസാക്ഷികളുടെ ചുടുനിണം, യേശുവിൻ്റെ നിണം വീണ മണ്ണിലാണ് സഭ തഴച്ചു വളർന്നിരിക്കുന്നത്. അത് നമ്മളെപ്പോഴും ഓർക്കുക. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട. പ്രത്യാശയോടുകൂടി കൈപിടിച്ച് വലതുകരം പിടിച്ച് നമുക്ക് സഭയോടൊത്ത് പ്രവർത്തിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളോടുണ്ടായിരുന്ന നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.